അങ്ങനെ ലെബനനിൽ കരയുദ്ധം തുടങ്ങിയിരിക്കുകയാണ് ഇസ്രയേൽ. തുടർച്ചയായ വ്യോമാക്രമണങ്ങൾക്ക് പിന്നാലെയാണ് ഇസ്രയേലി സൈന്യം കരമാർഗം ആക്രമണം തുടങ്ങിയത്. അശ്വജിത് സി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. എജയ്, ഇതിപ്പോൾ രണ്ടാഴ്ചയിലേറെയായി തുടരുന്ന വ്യോമാക്രമണം, അതിൽ തന്നെ 1000-ലധികം പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. ഇപ്പോൾ കരയുദ്ധം കൂടി തുടങ്ങിയിരിക്കുന്നു. ഉമൈബാൻ, ഇതേറെക്കുറെ പ്രതീക്ഷിച്ച് തന്നെയാണ്. ഈ കരയുദ്ധം എത്രത്തോളം വൈകും എന്നതായിരുന്നു ഒരുപക്ഷെ അന്താരാഷ്ട്ര മാധ്യമങ്ങളും അന്താരാഷ്ട്ര ലോകവും ഒക്കെ ഉറ്റുനോക്കിയിരുന്നത്. പക്ഷേ അത് കഴിഞ്ഞ ദിവസം രാത്രി, അതായത് ഇന്നലെ അർദ്ധരാത്രിയോടെ തന്നെ ഇസ്രായേൽ സൈന്യം ലെബനനിലേക്ക് കരമാർഗം കടന്നിരിക്കുന്നുവെന്ന ഔദ്യോഗിക സ്ഥിരീകരണമാണ് ഇപ്പോൾ സൈന്യം തന്നെ നൽകുന്നത്. ലെബനന്റെ തെക്കൻ മേഖലയിലാണ് ഇപ്പോൾ ഇസ്രായേലി സൈന്യം കടന്നു കയറിയിരിക്കുന്നത്. നിരവധി ടാങ്കറുകൾ അതിർത്തി കടന്ന് ലെബനിലേക്ക് പോയി എന്ന് സൈന്യം തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം നിരവധി ടാങ്കുകൾ അതിർത്തിയിൽ തന്നെ സജ്ജമായി നിൽക്കുന്നുമുണ്ട്. ഇതാണ് നിലവിലെ സാഹചര്യം. ഇനി ഇസ്രായേൽ സൈന്യം പറയുന്നത് ഇതൊരു സമ്പൂർണ്ണ യുദ്ധമാക്കുകയോ സമ്പൂർണ്ണ കരയുദ്ധമാക്കുകയോ പദ്ധതി ഇടുന്നില്ല. മറിച്ച് ഈ മേഖലയിലെ ലെബനന്റെ തെക്കൻ മേഖലയിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ, ഹിസ്ബുള്ള തമ്പടിച്ചിരിക്കുന്ന ചില കേന്ദ്രങ്ങളിൽ മാത്രമായി ഒരു പരിമിത യുദ്ധം എന്നതാണ് ഇപ്പോൾ ഇസ്രായേലി സൈന്യം നൽകുന്ന വിശദീകരണം. ഇതൊരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് പോകാൻ തങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഒരു പക്ഷേ അത് മാറിയേക്കാം എന്നും സൈന്യം പറയുന്നുണ്ട്. പക്ഷേ നിലവിൽ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ തിരഞ്ഞുപിടിച്ച് ഒരു ചെറിയ തോതിലുള്ള ഒരുപക്ഷെ സെലക്റ്റഡ് ആയ കേന്ദ്രങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്രങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ആക്രമണമായി ഇത് മാറും എന്നതാണ് ഇപ്പോൾ സൈന്യം പറയുന്നത്. ഏതായാലും ലെബനനിൽ ഒട്ടും തന്നെ സ്ഥിതി ശാന്തമല്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി തുടരുന്ന വ്യോമാക്രമണം ഇപ്പോഴും തലസ്ഥാനമായ ബെയ്റൂട്ടിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ വലിയ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയുമുണ്ട്. ഒപ്പം അവിടെ കൂട്ടപ്പലായനം തുടങ്ങുകയുമാണ്. ഏതായാലും സ്ഥിതി കലുഷിതമാണ്. ഇനി എന്ത് എന്നത് വരും മണിക്കൂറുകളിൽ ഏറെ നിർണായകവുമാണ്. ഇസ്രായേൽ സൈന്യത്തിന്റെ ആ വാദം നമുക്ക് അങ്ങനെ മുഖവിലേക്ക് എടുക്കാൻ കഴിയുമോ? കാരണം സെലക്റ്റഡ് ആയിട്ടുള്ള ചില ഏരിയകൾ മാത്രമാണ് കേന്ദ്രീകരിക്കുന്നത് എന്ന് പറയുമ്പോൾ പോലും അവർ തുടങ്ങിയ പേജർ അറ്റാക്കിൽ തുടങ്ങിയ ആക്രമണം എത്രത്തോളം കലുഷിതമായി നീണ്ടുപോയത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നു എന്ന് പറയുമ്പോഴും എത്രയോ സാധാരണക്കാരായ ജനങ്ങളെയാണ് അവർ കൊന്നൊടുക്കുന്നത്. അതിനുശേഷം യമനിലെ ഹൂതികളെ ആക്രമിക്കുന്നു. അതിനുശേഷം ഇറാനിലേക്ക് വരെ ഈ ആക്രമണം വ്യാപിക്കുന്ന കാഴ്ച. അതുകൊണ്ട് ഈ കരയുദ്ധം അതൊരു തുടക്കമാണ് എന്നുള്ള നിലയിലേക്ക് തന്നെയല്ലേ നമുക്ക് വിലയിരുത്തേണ്ടത്? തീർച്ചയായിട്ടും ഒരു പരിമിതമായ യുദ്ധം എന്ന് നിലവിൽ പറയുമ്പോഴും അത് വ്യാപിക്കാൻ സാധ്യതയുണ്ട് എന്ന തരത്തിൽ പോലും ഇസ്രായേലി സൈനിക വൃത്തങ്ങളുടെ അടുത്തു നിന്നുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വ്യാപ്തി ഏത് രീതിയിൽ പോകും, ഒരുപക്ഷെ ഇത് വലിയൊരു ലെബനൻ മുഴുവൻ വ്യാപിക്കുന്ന അല്ലെങ്കിൽ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ സമ്പൂർണ്ണമായി ലക്ഷ്യമിട്ട് നടത്തുന്ന ഒരു വലിയ കരയുദ്ധത്തിലേക്ക് ഇത് പോകുമോ എന്ന് കാത്തിരുന്ന് കാണണം എന്ന് തന്നെ വേണം നിലവിൽ പറയാൻ. പക്ഷേ നിലവിലെ സൈന്യത്തിൻ്റെ ഒരു വാദം ഇങ്ങനെയാണ്. അതായത് തെക്കൻ മേഖലയിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ മാത്രം ലക്ഷ്യമിട്ട് നടത്തുന്ന ആക്രമണമെന്ന്. പക്ഷേ അത് അങ്ങനെ തന്നെ ആയിരിക്കുമോ വരും ദിവസങ്ങളിൽ എന്ന് കണ്ടു തന്നെ അറിയാം.